Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Good afternoon, Miss. Good afternoon, Miss. Good afternoon. Prayer ആരാണ്? ഞാനാണ് മിസ്. പറഞ്ഞോടാ. Good afternoon, everybody. I am Arya. എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. താങ്ക് യു. Signing and thought of the day. Thought of the day പറയട്ടെ മിസ്. പറഞ്ഞോടാ. Good afternoon, everybody. I am Jilna Rajesh. Today thought is the future depends on what we do in the past. Written by Mahatma Gandhi. Thank you. signing പറയട്ടെ മിസ്. പറഞ്ഞോടാ. Good afternoon, my dear friends, and our one and only cute Aparna miss. Today, I would sing a small song. Early to bed, early to rise. Wish good morning, wish good night. Follow good habit, be a good boy. But every day, brush your teeth, comb your hair, and cut your nails. Follow good habit, be a good child. Go wash your hands before and after meal. Fuss with germs and keep yourself. Follow good habit and be a good day. Thank you, Miss. Thank you. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? Normalization complete ആയി deviation എടുക്കാൻ. ഓക്കെ, നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന പോർഷൻ ആണ് ഡീവിയേഷൻ. ഓക്കെ, കുട്ടികളില് അവരുടെ ബേസിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബർത്ത് ടു 6 years ഉള്ള കുട്ടികളില് കുറച്ച് ഡീവിയേഷൻസ് നമ്മൾ കണ്ടുവരാറുണ്ട്. കുറച്ച് തടസ്സങ്ങള് അവരുടെ ക്യാരക്ടർ എന്ത് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും അതേപോലെ അവരുടെ നാച്ചുറൽ ഡെവലപ്മെന്റിൽ കുറച്ച് ഓബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ തടസ്സങ്ങളെല്ലാമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ കണ്ടുവരുന്ന ആ ഡീവിയേഷൻസ് അല്ലെങ്കിൽ ആ ഒബ്സ്റ്റക്കിൾസിനെയാണ് നമ്മൾ മൊത്തമായിട്ട് എന്ത് പറയും, ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. നാച്ചുറലി നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ ആണെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ കുട്ടി നടക്കാനായിട്ട് കുറച്ച് പുറകോട്ടാണ്, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് കുറവാണ്. സോ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്ന ഡീവിയേഷൻ ആണ് മെന്റൽ ഡീവിയേഷൻ. ആ കുട്ടി ചിലപ്പോ ചില കുട്ടികളില് എന്താ പറയാ, ഇപ്പൊ ലാളനയും അതേപോലെ തന്നെ പാരന്റ്സിന്റെ കെയർ ഒന്നും കിട്ടാതെ വളർന്നു വരുന്ന കുട്ടിയും, അതേപോലെ പാരന്റ്സിന്റെ കെയറും നല്ല രീതിയിൽ എന്താ പറയാ നല്ല ഗൈഡ് ലൈൻസ് ഒക്കെ കിട്ടി വളർന്നു വരുന്ന കുട്ടിയും തമ്മില് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ഗൈഡ് ലൈൻസും പാരന്റ്സിന്റെ കെയറും അതേപോലെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കെയറിലൊക്കെ വളർന്നു വരുന്ന കുട്ടി ചിലപ്പോൾ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ടായിരിക്കും വളരുന്നത്. പക്ഷേ ഇപ്പൊ പാരന്റ്സ് ചിലപ്പോൾ പുറത്തായിരിക്കും. ഇന്ന് നമ്മുടെ കേരളത്തിലെ സമൂഹം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഇപ്പൊ കേരളത്തില് എന്താ പറയാ, യങ്ങേഴ്സ്
എന്താണ് കൂടുതൽ ആൾക്കാർ പുറത്താണ് ജോലി ചെയ്യുന്നത്. മുമ്പ് നമ്മൾ കണ്ടുവന്നിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ് ആരെങ്കിലും ഒരാളായിരിക്കും പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നത്. പക്ഷെ ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് രണ്ട് പാരന്റ്സും എന്താണ് പുറത്താണ്. അപ്പൊ കുട്ടികൾ ആരുടെ ഒപ്പം ആയിരിക്കും? എപ്പോഴും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പമാണ് ഈ കുട്ടികളുള്ളത്. സോ അവർക്ക് അവരുടെ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കിട്ടാതെ വളർന്നു വരുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ? നോർമലി ആ സ്നേഹം അല്ലെങ്കിൽ അവരുടെ കുറവ് അറിയിക്കാതെയാണ് ഗ്രാൻഡ് പാരന്റ്സ് അവരെ വളർത്തുന്നുണ്ടെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ എല്ലാവരെയും പാരന്റ്സ് കൊണ്ടുവന്നാക്കുമ്പോൾ അവരൊരു മനസ്സിലൊരു വിഷമം തോന്നിത്തുടങ്ങും. സോ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ മേ ബി ഡീവിയേറ്റഡ് ചൈൽഡ് ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവർക്ക് ഭയങ്കര, നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില കുട്ടികൾ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, ഭയങ്കര വാശി, ഭയങ്കര കുറുമ്പ്, മറ്റു കുട്ടികൾ ഉപദ്രവിക്കണം. അപ്പൊ നമ്മൾ അവന് എന്താണ് അവന്റെ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്ത് അവന് എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്, എന്തുകൊണ്ടാണ് ഈ ദേഷ്യവും കുറുമ്പും എന്നൊക്കെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അവൻ എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചതാണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അവൻ ആ ഡീവിയേഷനിൽ നിന്ന് മാറ്റി നോർമലൈസ്ഡ് ചൈൽഡ് ആക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാറ്റിയിടാൻ നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികളിൽ ഏതെങ്കിലും കുട്ടിക്ക് ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അവൻ ആ ഡീവിയേഷനിൽ നിന്ന് മാറ്റി നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാം എന്നാണ് നമ്മളുടെ ഉത്തരവാദിത്തം. ഓക്കെ, നമ്മൾ മോണ്ടിസോറി പറയുന്നത് 3 ടൈപ്പ് ഡീവിയേഷൻ ഉണ്ട്. ക്ലാസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് 3 ടൈപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഒരു ഭയങ്കരമായിട്ട് നോട്ടി ആയിട്ടുള്ള കുട്ടി ഭയങ്കരമായിട്ട് കുട്ടികളോട് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അതേപോലെ തന്നെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു, അഡൾട്ട്സ് പറയുന്ന പോലും അനുസരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എന്താണ്? നോട്ടി ചിൽഡ്രൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അവൻ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? നോട്ടി ചിൽഡ്രൻ. ദെൻ വേറൊരു ടൈപ്പ് ക്യാരക്ടർ ഉള്ള കുട്ടീനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവൻ ഭയങ്കര വീക്കാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലും അവൻ പഠിക്കാൻ ഇത്തിരി വീക്കാണ്. അതേപോലെ തന്നെ ഭയങ്കര മടിയനാണ്, ഇടയ്ക്ക് നുണയൊക്കെ പറയും, കള്ളമൊക്കെ പറയും, അതേപോലെ ഇടയ്ക്ക് സ്റ്റീലൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുട്ടി. ഓക്കെ, അങ്ങനത്തെ കുട്ടികളാണ് വീക്ക് ചിൽഡ്രൻസ്. ഏതാണ്? ഭയങ്കര മടിയന്മാരായിരിക്കും, പക്ഷെ കണ്ടാലും ഭയങ്കര കുട്ടികളാണ്. പക്ഷെ എന്താണ്? ഭയങ്കര ലേസി, മടിയന്മാരുടെ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇവരോട് എന്ത് പറഞ്ഞാലും അവന് ഭയങ്കര മടിയാണ്. പക്ഷെ പിന്നെ പുതിയ കാര്യങ്ങളോട് അവന് ഭയങ്കര പേടിയായിരിക്കും. അത് പുതിയൊരു കാര്യം കാണുമ്പോൾ അത് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരിക്കും. പിന്നെ അവൻ കള്ളം പറയുന്ന ശീലം ഉണ്ടാവും. അതേപോലെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ആർക്കുണ്ടാവും? വീക്ക് ചിൽഡ്രൻസ് ഉണ്ടാവും. ഇനി ബ്രൈറ്റ് ചിൽഡ്രൻസിന്റെ കാര്യമാണെങ്കിൽ ഒരു നല്ല ഇമാജിനേറ്റീവ് ആയിരിക്കും, ഭയങ്കരമായിട്ട് പഠിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവന് നല്ല അക്കാഡമിക് സ്കോർ ഒക്കെ ഉണ്ടാവും. പക്ഷേ അവന്റെ ലോകത്ത് ജീവിക്കാനാണ് ഇഷ്ടം. അവന്റെ ഹിസ് ഓൺ എൻവയോൺമെന്റ്, അല്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലോകത്തായിരിക്കും അവർ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും ഫാന്റസി വേൾഡിലായിരിക്കും. അവർ ഓരോ കാര്യങ്ങൾ ഇമാജിനേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ മൈൻഡിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡ് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് അവൻ എന്ത് ചെയ്തിരിക്കാം? അവൻ പോയിരിക്കാം. അവര് ബ്രൈറ്റ് ചിൽഡ്രൻസ് ആണ്, ബട്ട് ഡീവിയേറ്റഡ് ആണ്. അവർ പഠിക്കുന്നുണ്ട്, ഓക്കെയാണ്, മറ്റു കുട്ടികളോട് ഉപദ്രവിക്കാനോ തല്ലുപിടിക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ അവരൊരു നമ്മുടെ ഒറിജിനൽ വേൾഡിൽ നിന്നൊരു എന്താ പറയാ, ഒരു തടസ്സം, അല്ലെങ്കിൽ അവരുടെ വേൾഡില് അവരൊരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരാണ് ഈ ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ കുട്ടികളെ കുറിച്ചിട്ടും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, a deviation is a form in a character that will occur in child during formative age, birth to 6 years, because of obstacles or restrictions or obstructions to his natural development. അവന്റെ നാച്ചുറൽ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും തടസ്സം സംഭവിക്കുകയാണ്. അവന്റെ ഫോർമേറ്റീവ് ഏജ്, ഒരു ബർത്ത് ടു 6 ഇയേഴ്സിൽ അവന് ആ ഡീവിയേഷൻ, ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ സമയത്ത് അവന് ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഡീവിയേഷൻ occurs when the child will up to but this moments are restricted. അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, അവന് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ എന്തോ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് അവന്റെ മൂവ്മെന്റ്സിന്, അല്ലെങ്കിൽ അതെന്തിനാ ചെയ്തിട്ട് എന്ന് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. when he got the interest but his necessity met, എന്നുവെച്ചാൽ അവന് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ വേണ്ട എന്ന് അവന്റെ മൈൻഡ് തന്നെ അവിടെ വിചാരിച്ചിരിക്കുകയാണ്.
സോ ദേ ആർ ഡീവിയേറ്റഡ് ചൈൽഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിക്കാനൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് കളിക്കും. എന്ന് വെച്ചാൽ വെക്കേഷനാണ് ഇപ്പൊ ഈ നമുക്ക് കുട്ടികൾക്ക് വരാൻ പോകുന്ന വെക്കേഷനാണ്. ഈ ടൈം എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷകളാണ്. വെക്കേഷൻ വരാൻ പോകുന്നു, ഫ്രണ്ട്സ് എല്ലാവരും വരും, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് കളിക്കാൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ എനിക്കൊക്കെ ചെറുപ്പത്തില് വെക്കേഷൻ വരുന്നത് എക്സാമിന്റെ പേരിനേക്കാളും ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത് വെക്കേഷൻ വരും, കളിക്കാൻ പറ്റും. കാരണം എന്റെ ഫ്രണ്ട്സ് എന്നൊക്കെ വെച്ചാൽ പുറത്തൊക്കെയാ, അവരെല്ലാവരും നാട്ടിലുണ്ടാവും, അവരൊക്കെ കളിക്കുക, അവരെ വെക്കേഷന് മാത്രമേ കാണാൻ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ കളിക്കാനും അതേപോലെ ഒരു ഗെയിം ചെയ്യിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ ഇനിഷ്യേറ്റീവ്സ് അവരെടുക്കുന്നില്ല. കാരണം അവരെന്താണ്, അവർ വെറുതെ സോഫയിൽ ഇരുന്നുകൊണ്ട് അവരെന്ത് ചെയ്തോണ്ടിരിക്കുക, കളിച്ചുകൊണ്ടിരിക്കുക. സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ് അവൻ ആ ഒരു ഗെയിം കളിക്കുമ്പോഴും പുറത്ത് പോയി ആൾക്കാരോട് സംസാരിച്ച് അല്ലെങ്കിൽ ആൾക്കാരോട് ഇടപെടുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ഒരുമിച്ച് കളിക്കുമ്പോഴും കിട്ടുന്നത്. സോ നമ്മൾ പുറത്ത് പോയി കളിക്കുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും, നല്ല ഒരു പെട്ടെന്ന് അവർ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന കുട്ടികളുണ്ടല്ലോ, ഈ ഫോണിൽ മാത്രം അല്ലെങ്കിൽ കാർട്ടൂൺസ് അല്ലെങ്കിൽ TV മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരെന്തായിട്ട് മാറാനുള്ള ചാൻസ് ആണ്, ഡീവിയേറ്റഡ് ചൈൽഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് ആണ്. അതേപോലെ തന്നെ ചില അഡൾട്ടുകളുണ്ട്, മുതിർന്നവര്, പാരന്റ്സിന്റെ മിസ്റ്റേക്ക് ആണ്, നമ്മളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി കുട്ടീനെ ഇമ്പോസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ പാഷൻ കുട്ടിയിലേക്ക് എന്ത് ചെയ്യാൻ നോക്കും, ഇമ്പോസ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അവരുടെ ഇഷ്ടത്തിനൊന്നും വിടില്ല. കുട്ടികളുടെ ഒരു കാര്യം സെലക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ നോർമലൈസേഷൻ പറഞ്ഞ പോലെ കുട്ടികളെ കൊണ്ട് ഒരു കാര്യം, ചെറിയ നിസ്സാര ഒരു കാര്യം പോലും അവരെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കില്ല. എന്ത് ചെയ്യും, എല്ലാവരും പാരന്റ്സിന്റെ ഇഷ്ടത്തിന് വിടും. പാരന്റ്സ് ആയിരിക്കും എല്ലാ കാര്യം, അവൻ എന്താ പറയാ ഇടുന്ന ഡ്രസ്സ് മുതല് അവന്റെ ഒരു ചെറിയൊരു മുട്ടുസൂചിയ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതുപോലും എന്ത് ചെയ്യില്ല, കുട്ടികളെ കൊണ്ട് തീരുമാനിപ്പിക്കൂല അല്ലെങ്കിൽ അവരെ കൊണ്ട് സെലക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ അഡൾട്ടിന്റെ മുതിർന്ന ആളുടെ പേഴ്സണാലിറ്റി ആ കുട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇമ്പോസ് ചെയ്യാണ്. അപ്പൊ പറയും, ചിലവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ചിലവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ പറയും ഇത് അച്ഛനെ പോലെ തന്നെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛൻ പെരുമാറുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അത് അഡൾട്ടിന്റെ ക്യാരക്ടർ. നമ്മൾ അതൊരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗുഡ് ആയിരിക്കും. കാരണം മുതിർന്നവരെ പോലെ പെരുമാറുന്നു, അല്ലെങ്കിൽ അവന്റെ പാരന്റ്സിനെ കണ്ട് കോപ്പി ചെയ്യാണ്. അവരുടെ പാരന്റ്സിന്റെ നല്ല ശീലങ്ങൾ അവൻ മനസ്സിലാക്കുന്നുണ്ട്, അതേപോലെ തന്നെ പാരന്റ്സിന്റെ മോശം ശീലങ്ങൾ ഉണ്ടാവും. ഇതും അവരുടെ മനസ്സിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും പാരന്റ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. സോ നമ്മളൊരു ലിമിറ്റ്, കുട്ടികളുടെ രീതിക്ക് വിടാൻ ശ്രമിക്കുക. അവരുടെ ഇഷ്ടങ്ങൾ അവർ കണ്ടെത്തട്ടെ, അവർക്ക് ആവശ്യമുള്ളത് അവർ സെലക്ട് ചെയ്യട്ടെ, അവർക്ക് ആ ഒരു എൻവയോൺമെന്റ്, ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുക. എല്ലാ കാര്യവും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ ചെയ്യുള്ളൂ എന്ന് അങ്ങനെ വാശി പിടിക്കരുത്. നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വിട്ടുകൊടുത്തോ. അല്ലാതെ നമ്മൾ മുതിർന്നവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുക. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അതിന്, അവനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അവനെ കൊണ്ടെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയിപ്പിക്കാം, അവന്റെയും കൂടി അഭിപ്രായം കൺസിഡർ ചെയ്യാം. The will of the adult is alternated. This is എന്താണ്, മുതിർന്നവരുടെ ഇഷ്ടം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യും. കുട്ടിക്കിനെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, കരാട്ടെ പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് കരാട്ടെ ക്ലാസ് കൊണ്ടുവന്ന് വിട്ടു. അപ്പൊ അവൻ കുഴപ്പമില്ലാണ്ട് കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അത് കഴിയുമ്പോൾ അവനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നി ഡാൻസ് പഠിപ്പിക്കാന്ന് വിചാരിച്ചു ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് വിടാണ്. അത് കഴിഞ്ഞ് പാരന്റ്സിന്റെ അഡൾട്ടിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് കുട്ടികളെ മാറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ? This is when the parents do not allow the child to improve his own personality. ഈ പാരന്റ്സിന്റെ പ്രശ്നമാണ്. കുട്ടികൾ സ്വന്തം അവരുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യാൻ നോക്കട്ടെ, ഇംപ്രൂവ് ചെയ്യാൻ നോക്കട്ടെ. നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കുട്ടികളിലേക്ക് ഇമ്പോസ് ചെയ്യാതിരിക്കാം. The adult impose his personality on the child and overpower him. ഇപ്പൊ സാധാരണ രീതിയിൽ ഈ അഡൾട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിലേക്ക് അവന്റെ അഡൾട്ടിന്റെ പേഴ്സണാലിറ്റി ഇമ്പോസ് ചെയ്യും. എന്നിട്ട് ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും, അഡൾട്ടിന്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കയ്യിലായിരിക്കും.
പക്ഷെ അവർക്ക് ആ ഒരു ഫീൽ അല്ല, ആ ഒരു എൻവയോൺമെന്റിലല്ല കുട്ടികൾ വരാൻ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ലവിങ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവർക്ക് വേണ്ടത്. അതിന് വേണ്ട ഫ്രീഡം അവർക്ക് അലോ ചെയ്യണം. അവരുടെ ഇഷ്ടങ്ങള് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാനായിട്ട് അവരെ നമ്മൾ അലോ ചെയ്താൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാൻ നാച്ചുറലി ഡെവലപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അലോ ചെയ്തില്ല, നമ്മളാണ് ഫുൾ കൺട്രോൾ ആ കുട്ടിയിൽ ഇമ്പോസ് ചെയ്യണമെങ്കിൽ ദേ മേ ബി ഡീവിയേറ്റഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ എന്തിനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദ ചൈൽഡ് നീഡ് എ ലവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വിത്തൗട്ട് വിച്ച് ഹിസ് പേഴ്സണാലിറ്റി വിൽ ബി ഡീവിയേറ്റഡ്. അല്ലാത്ത പക്ഷം അവന്റെ പേഴ്സണാലിറ്റി ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മോണ്ടിസോറി felt that deviation were not in true of the children. മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീവിയേഷൻസ് കുട്ടികളിൽ പെർമനന്റ് അല്ല, അല്ലെങ്കിൽ എന്താ പറയാ ട്രൂ അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഡീവിയേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളിൽ ചിലപ്പോൾ നോർമലൈസ്ഡ് ചൈൽഡ് ഉണ്ടാവും, ഡീവിയേറ്റഡ് ചൈൽഡ് ഉണ്ടാവും. ഈ ഡീവിയേറ്റഡ് ചൈൽഡിനെ നമുക്ക് മാറ്റി നോർമലൈസ്ഡ് ചൈൽഡ് ആക്കാനായിട്ട് നമ്മൾക്ക് പറ്റും. നമ്മളുടെ ആ ഒരു ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട്, പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ കുട്ടീനെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഇനി ക്ലാസ് ഓഫ് ഡീവിയേറ്റഡ് ചൈൽഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നോക്കാട്ടോ. മെന്റൽ ഡീവിയേഷൻ ആർ ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മെന്റൽ ഡീവിയേഷൻ നമുക്ക് ഭയങ്കര പാടാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മള് കുറച്ച് 2 ആഴ്ച ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് അല്ലെ, അവിടെ ഒരു എന്താ പറയാ അമ്മേനെയും അതേപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ ഉപദ്രവിച്ച കേസ് നമ്മൾ വായിച്ചില്ലേ പത്രത്തില്? അഫാന്റെ അല്ലേ? അഫാന്റെ കേസ് വായിച്ചില്ലേ വെഞ്ഞാറമൂട്? അപ്പൊ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ വരാൻ കാരണം അവന് വേറെ പ്രശ്നമുള്ളതൊന്നും പാരന്റ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഈ ഫിനാൻഷ്യൽ പ്രശ്നം ഒന്നും ആർക്കും അറിഞ്ഞൂടാ. മെന്റൽ ഡീവിയേഷനും മറ്റു ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കത് പറഞ്ഞ് സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് അതിന്റെ പീക്കിൽ എത്തിയ സിറ്റുവേഷനിലായിരുന്നു അവൻ ഇതേപോലത്തെ ഒരു കടുകൈ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് അവൻ പോയതാണ്. എന്താ പറയാ, അത്രയും പീക്കില് നമുക്ക് അത്രയും മെന്റൽ ഡീവിയേഷൻ അത്രയും പീക്കിലായപ്പോഴാണ് ഈ ഒരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോഴാണ് ആളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞതും ഉപദ്രവിച്ചതും. അപ്പൊ ഈ പറയുന്നത് ഈ അഫ്സാൻ എന്ന് പറയുന്ന ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, മദ്യപാനോ അല്ലെങ്കിൽ ഡ്രഗ്സോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല, ചെറുപ്പത്തിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അവനെ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ മെന്റൽ ഡീവിയേഷൻ ആയിരുന്നു. അത് അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് മെന്റൽ ഡീവിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. മെന്റലി ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഫിസിക്കൽ ആണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ ഒക്കെ നോക്കിയിട്ട് അവരുടെ ആ ഒരു ജസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മെന്റൽ ഡീവിയേഷൻ നമുക്ക് അത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. Mental deviation are difficult to identify at a peak when compared to physical deviation, like some athletic looks in physical structure. നമുക്ക് ആ ഫിസിക്കൽ സ്ട്രക്ചർ ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. Deviation from the mind normally does not exhibit itself clearly. നമ്മുടെ മൈൻഡ് ഡീവിയേറ്റഡ് ആണെങ്കിൽ അത് നോർമലി എന്ത് ചെയ്യില്ല, ക്ലിയർ ആയിട്ട് അത് എക്സിബിറ്റ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നേരെ ഡീവിയേറ്റഡ് ആണ് എന്നുള്ളത് നേരെ കുട്ടികളാരും നമ്മളോട് പറയില്ല, അല്ലെ നമ്മളോട് നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി എടുക്കണമല്ലോ, നമ്മൾ ടീച്ചേഴ്സ് ആണ്. സോ നമ്മളത് കാറ്റഗറൈസ് ചെയ്തെടുക്കണം. അത് ഇന്ന ക്ലാസ്സിൽ ഇങ്ങനെ ടൈപ്പ് ചിൽഡ്രൻസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് it is possible to categorize 3 main class of deviant children. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 class of children ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോട്ടി ചിൽഡ്രൻ, ഞാൻ ക്ലാസ്സിൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞ 3 ഡീവിയേറ്റഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ്, നോട്ടി ചിൽഡ്രൻ ആണ്. അവർ ഭയങ്കര എക്സ്ട്രീം എന്താ പറയാ വയലൻസ് ആയിരിക്കും. അവന്റെ ഏജിനനുസരിച്ചിനേക്കാളും കൂടുതൽ വയലൻസ് ആയിരിക്കും. മറ്റു കുട്ടികളെ ഉപദ്രവിക്കും, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ടീച്ചേഴ്സിന്റെ അടുത്താണെങ്കിൽ തർക്കുത്തരം, അല്ലെങ്കിൽ അഡൾട്ട്സിന്റെ അടുത്തൊക്കെ ഭയങ്കര തർക്കുത്തരം പറയലായിരിക്കും. നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടർ ആയിരിക്കും അവർക്ക്.
അപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു കുട്ടീനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന് ആദ്യം വന്നപ്പോൾ മുതൽ ഇങ്ങനെ പറഞ്ഞു വന്നത് പല സ്ഥലത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കുട്ടിയാണ്, എല്ലാവരും ഉപദ്രവിക്കും. നമ്മള് ക്ലാസ്സിൽ നോക്കുമ്പോൾ അതേപോലെ തന്നെയാണ്, മറ്റു കുട്ടികൾ ഉപദ്രവിക്കുന്നുണ്ട്, അവൻ ചെയ്യുന്ന എല്ലാം പ്രശ്നമാണ്. പിന്നെ ഞാനത് ഐഡന്റിഫൈ ചെയ്തു, എന്തുകൊണ്ടാണ് അവൻ അത് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിച്ചപ്പോ രണ്ടുപേരും പാരന്റ്സ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാണ്, ഗവൺമെന്റ് സർവീസിലാണ്. അച്ഛൻ പോലീസും അമ്മ ക്ലർക്കോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ രണ്ടുപേരും എന്ത് ചെയ്യണ വർക്കിംഗ് ആണ്. രണ്ടുപേരും ഹസ്ബൻഡ് ആണെങ്കിൽ പോലീസിലാന്ന് അറിയാലോ, അപ്പൊ പല ടൈമിൽ പല ഷിഫ്റ്റിലായിരിക്കും ജോലി. അതേപോലെ തന്നെ അമ്മ ഫുൾ ടൈം ഉണ്ടായിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ. ഇതിന്റെ ആ ഡെവലപ്മെന്റിന്റെ സ്റ്റേജിൽ അമ്മയ്ക്ക് ഇവിടെ അല്ലായിരുന്നു പോസ്റ്റിംഗ്, മറ്റൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അവൻ വളർന്നത് ഈ അച്ഛന്റെ എന്താ പറയാ അച്ചാച്ചന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു അവൻ വളർന്നു വന്നത്. സോ എനിക്ക് മനസ്സിലായി അവന് ആ ഒരു സ്നേഹവും ആ ഒരു കെയറും കിട്ടാത്തത് കൊണ്ടാണ് അവൻ ഇത്രയും വയലൻസ് അല്ലെങ്കിൽ അവൻ ഇത്രയും നോട്ടി ആയിട്ട് മാറിയിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല കെയറും നല്ല എന്ത് കൊടുക്കണം, കെയർ ഒക്കെ കൊടുത്ത് വളർത്തേണ്ട സമയമായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായിട്ട് അവര് ഇതിന്റെ ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്നു. ഇപ്പൊ അവരൊപ്പം തന്നെയാണ്. എന്നാലും അവരുടെ ആ ഒരു സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വരുത്താനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ മോണ്ടിസോറി എന്താ പറയാ മോണ്ടിസോറി ടീച്ചിങ് ആ ഒരു ടൈമിൽ കഴിഞ്ഞ് അവൻ കുറച്ചുകൂടി വലുതായിരുന്നു. 4th ആള് പഠിക്കുന്നത്. എന്നിട്ടും ഈ ഒരു പ്രശ്നം അവനുണ്ട്. ഡീവിയേഷൻസ് ആ ഒരു ഏജിൽ വെച്ചിട്ടാണ് ആ പാരന്റ്സിനും അതേപോലെ തന്നെ അവിടുത്തെ സ്കൂളിലും കണ്ടെത്താനായിട്ട് പറ്റിയത്. അപ്പൊ ചില കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ചില കുട്ടികളുടെ ഈ എക്സ്ട്രീം വയലൻസിനൊക്കെ പുറകില് ഇതേപോലത്തെ ഡീവിയേഷൻസ് ആയിരിക്കും. നമ്മള് ചിലപ്പോ അവർ കുട്ടികൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. ആ ഒരു ഏജിനേക്കാളും എന്താ പറയാ വയലൻസ് ആ കുട്ടികൾക്ക് ഉണ്ടാവും. അവരുടെ ഏജിൽ സാധാരണ കാണുന്ന വയലൻസിനേക്കാളും എക്സ്ട്രീം വയലൻസ് അവരിൽ കാണാൻ പറ്റും. നോട്ടി ചിൽഡ്രൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോട്ടി ചിൽഡ്രൻസ് ആർ സ്ട്രോങ് and behave with violence to wrong treatment they have received. അവർ എന്തെങ്കിലും റോങ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും നമ്മള് അവരെ കളിയാക്കി കഴിഞ്ഞാല് അവർ തിരിച്ച് നമ്മളോട് നല്ല വയലൻസോട് കൂടിയായിരിക്കും പെരുമാറുന്നത്. ദീസ് ചിൽഡ്രൻസ് ഹാവ് ടെൻട്രം. ആ കുട്ടികൾക്ക് ഭയങ്കര കോപായിരിക്കും. ബീറ്റ് അവർ ഇടിക്കൊക്കെ ചെയ്യും. ഡിഫേ അഡൾട്ട് മുതിർന്നവരോട് എതിർത്ത് പറയും. ദേ ആർ ജനറലി ഗ്രിഡി. ഭയങ്കര അത്യാഗ്രഹികളായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവന് സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. പിന്നെ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. അതേപോലെ ഭയങ്കര ക്രൂവൽ ആയിരിക്കും അവര് ടു അതർ ചിൽഡ്രൻസ് ആൻഡ് അനിമൽസ്. എസ്പെഷ്യലി ചിൽഡ്രൻസിനോട് അതേ മറ്റ് അനിമൽസിനോടൊക്കെ ഭയങ്കര ക്രൂവൽ ആയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത് പെരുമാറുന്നത്. ഓൾ ത്രൂ ആക്റ്റീവ്. These children are clumsy in their movements. അപ്പം ഇവർക്ക് എന്താ പറയാ ഇവരുടെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിചിത്രമായിരിക്കും. അവർ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോവാന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത്രയും എന്താ പറയാ അത്രയും നോട്ടി ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഇവര്. അപ്പൊ ഇതേപോലൊരു ക്യാരക്ടറുള്ള കുട്ടി ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. ഇതേ ഒരു ക്യാരക്ടറാണ് അവർ വലുതായി വരുന്ന സ്റ്റേജിലൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മള് ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു ഇൻസിഡന്റ് വായിച്ചു. ഏതായാലും പത്രത്തിലൊക്കെ വായിച്ചിട്ട് ഭയങ്കര ന്യൂസ് ആയാലോ. ആൺകുട്ടികളെല്ലാവരും കൂടിയിട്ട് കുറച്ച് കൂട്ടായിട്ട് ഒരു 10ാം ക്ലാസ്സിലെ കുട്ടീനെ താമരശ്ശേരി അതും ഒരു പ്രശ്നം അതേപോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നോട്ടി ചിൽഡ്രൻസ് ആണ് അവർ. എന്താ പറയാ എക്സ്ട്രീം വയലൻസ് ആണ് അവര്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ ഈ വയലൻസ് ഉള്ള കുട്ടികളെ കാറ്റഗറൈസ് ചെയ്ത് അവർ നോട്ടി ചിൽഡ്രൻസ് ആണെന്ന് മനസ്സിലാക്കി അവരുടെ ഡീവിയേഷനുള്ള കാരണം കണ്ടെത്തി അത് പരിഹരിക്കാൻ നോക്കണം. അതുകൂടാതെ നമ്മൾ അവരെ എന്ത് ചെയ്യുക, അവരുടെ ഈ നോട്ടി അല്ലെങ്കിൽ ഈ വയലൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ ഈ വയലൻസിൽ നിന്ന് മാറ്റി അവരെ വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മളിപ്പോ എക്സ്ട്രാ ടൈം ഒക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ എന്താവുന്നത് നോട്ടി ആയിട്ട് മാറുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അവരെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, വർക്കുകൾ ചെയ്യിപ്പിച്ച് അവരെന്ത് ചെയ്യുക, ഈ നോട്ടി ചിൽഡ്രൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് മാറ്റി റൈറ്റ് ആയിട്ടുള്ള വേയിലേക്ക്, നോർമലൈസ്ഡ് ആയിട്ടുള്ള വേയിലേക്ക് മാറ്റുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ദെൻ വീക്ക് ചിൽഡ്രൻസ് ആണ്. അവർ കാണുമ്പോൾ നല്ല കുട്ടികളായിട്ട് തോന്നും, നല്ല ഗുഡ് ചിൽഡ്രൻസ് ഒക്കെ ആയിട്ട് തോന്നും. പക്ഷേ അവര് ഡിവേറ്റഡ് ആണ്. അവർ ഭയങ്കര ലേസി ആയിരിക്കും, മടിയന്മാരായിരിക്കും. നമ്മൾ പറയും ഈ കുട്ടി ഇവിടെ ഉണ്ടെന്ന് നമുക്ക് വീട്ടിൽ വന്നാൽ അറിയില്ല. പിന്നെന്താണ്,
ഭയങ്കര ലേസി ആയിരിക്കും. അവർക്ക് മുതിർന്നവരെ ഭയങ്കര പേടിയാണ്. ക്ലംസി ഇൻ ദിയർ മൂവ്മെന്റ് പറഞ്ഞ എന്താ ഒന്നാമത്തെ ഇതില് നോട്ടി ചിൽഡ്രനില്? ചിൽഡ്രൻസ് ആർ ദർ ക്ലംസി, വിചിത്രമായ മൂവ്മെന്റ്സ് ആയിരിക്കും. നമുക്ക് അവരെ എന്താണോ നെക്സ്റ്റ് സ്റ്റെപ്സ് എടുക്കുക അത് നമുക്ക് പറയാനായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുൻകൂട്ടി അത് പറയാൻ പറ്റില്ല. വിചിത്രമായ ഓരോ കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോ മൃഗങ്ങളെ ആയിരിക്കും, ചിലപ്പോ ഒന്നും ആൾക്കായിരിക്കും അവരിന്ന്. പക്ഷെ അവരെന്ത് ചെയ്യും, പെട്ടെന്നായിരിക്കും അതിന് ഉപദ്രവിക്കുന്നത്. നമുക്ക് ഒട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചില കുട്ടികളുണ്ട് ചില ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ ആയിരിക്കും ഒരു പെറ്റിനെ വാങ്ങിക്കുന്നത്. പെറ്റിനെ വാങ്ങിച്ചിട്ട് ചിലപ്പോ അവര് അതിന് ഉപദ്രവിക്കും, അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ അത് ഭയങ്കര ഉപദ്രവമായിരിക്കും. അത് അങ്ങനത്തെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. നമ്മൾ പറയും അങ്ങനത്തെ കുട്ടികളൊന്നും ഇല്ല, പക്ഷെ ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ പിള്ളേരുണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ആയിട്ട് ഉപദ്രവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവര് നമ്മൾ കാണുന്ന ലാളിക്കുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. പക്ഷെ ചിലപ്പോ അത് പെട്ടെന്നായിരിക്കും അവരുടെ മൈൻഡ് മാറി അവരുടെ അടുത്ത മൂവ്മെന്റ് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികള് നമ്മൾ അവരുടെ സിറ്റുവേഷൻ കാരണം അങ്ങനെ ആയിത്തീരുന്നതായിരിക്കും അല്ലെ? അവര് കറക്റ്റ്. ശരിക്കും പറഞ്ഞാല് അവര് വളർന്നു വന്ന സാഹചര്യമാണ് അവരിൽ ഓരോ എന്താ പറയാ ഓരോ മാറ്റങ്ങൾ. ഇപ്പൊ നമ്മള് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ് ആണ്, കുട്ടികൾ എന്ത് പറഞ്ഞാലും ഷൗട്ട് ചെയ്യും, അടിക്ക് ഉപദ്രവിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിൽ അത് സ്റ്റോർ ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യം അവർ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരെ ബീറ്റ് ചെയ്യണം, ഉപദ്രവിക്കണം എന്നുള്ളൊരു മൊമെന്റ്. അപ്പൊ അത് ഈ പാരന്റ്സിന്റെ വേറൊരു സ്വഭാവമാണ്. ആദ്യം അവരെ നല്ല രീതിയിൽ സ്നേഹിക്കും, എന്നിട്ട് കുട്ടികളെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ പോലും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ചിലവരൊക്കെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പൊ അത് അവർ കണ്ടു വളർന്നു വരാണ്. അത് അവരെന്ത് ചെയ്യും, പ്രാക്ടിക്കലി ആ കുട്ടികളുടെ ചെറുപ്പത്തിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനോടായിരിക്കും, ചിലപ്പോൾ അവർ വളർത്തുന്ന മൃഗങ്ങളോടായിരിക്കും അങ്ങനെ തന്നെ തിരിച്ചു കാണിക്കും. അത് സ്നേഹിക്കും, പിന്നെ അവർ ഉപദ്രവിക്കും, പിന്നെ വാശി, അങ്ങനെ ഭയങ്കരമായിട്ടൊരു പൊസസീവ് ക്യാരക്ടർ ആയിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള, പിന്നെ അതേപോലെ തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും ഈ കുട്ടികൾ കാണുന്നത്. അവരെയാണ് നമ്മൾ നോട്ടി ചിൽഡ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഇടുന്നത്. ഇനി വീക്ക് ചിൽഡ്രൻസിന്റെ കാര്യം പറയാമല്ലോ. വീക്ക് ചിൽഡ്രൻസിലേക്ക് വരുമ്പോൾ അവർ കാണാനൊക്കെ ഭയങ്കര ഗുഡായിരിക്കും, ഭയങ്കര അടക്കവും ഒതുക്കവും ഉള്ള കുട്ടികളായിരിക്കും. നമ്മൾ പറയും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പോലും അറിയില്ല എന്നൊക്കെ. പക്ഷെ അവർക്ക് ഡീവിയേഷൻസ് ഉണ്ട്. അവർ ഭയങ്കര മടിയന്മാരായിരിക്കും. എല്ലാ കാര്യങ്ങളും മിക്ക കാര്യങ്ങളും ചെയ്യാനും ഭയങ്കര മടിയായിരിക്കും. അതേപോലെ പുതിയൊരു കാര്യം ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പൊ പുതിയൊരു കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ വളരെ മടിയായിരിക്കും. പിന്നെ അവർക്ക് ഒരു ഹാബിറ്റ് ഓഫ് ലൈയിങ് ഉണ്ട്, അതേപോലെ സ്റ്റീലിംഗ് ഹാബിറ്റ് ഉണ്ട്. അത് ഞാൻ പറയാം, ഈ വീക്ക് ചിൽഡ്രൻസിന്റെ ഒരു പ്രശ്നം എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ പാരന്റിങ്ങിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ ഒരു കുട്ടിയുടെ ഒരു കഥയാണ്. ഒരു കുട്ടിയുടെ അച്ഛൻ രാവിലെ ജോലിക്ക് പോണേക്കാളും മുമ്പ് അവന് രണ്ട് പെൻസിൽ കൊടുത്തു, അല്ലെങ്കിൽ ഒരു പെൻസിൽ കൊടുത്തു വിട്ടു. പിറ്റേ ദിവസം അവൻ വന്നപ്പോ ആ പെൻസിൽ കൊണ്ട് കളഞ്ഞിട്ടാണ് വന്നത്. ഓക്കെ, പിറ്റേ ദിവസം വന്നപ്പോ എന്ത് ചെയ്തു, അവൻ പെൻസിൽ കൊണ്ട് കളഞ്ഞിട്ട് വന്നു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, അവൻ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തു, എന്ത് ചെയ്തു, നല്ല രീതിയിൽ തല്ലി. അപ്പൊ വഴക്കും പറഞ്ഞു, ചീത്തയും പറഞ്ഞു. അപ്പൊ അടുത്ത ദിവസവും അച്ഛൻ പെൻസിൽ കൊടുത്തു വിട്ടു. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. അപ്പൊ അവൻ വന്നിട്ട് പിറ്റേ ദിവസം എന്ത് പറഞ്ഞു, കള്ളം പറഞ്ഞു, ഞാൻ എന്റെ കൂട്ടുകാരുടെ കൊടുത്തിരിക്കാൻ നാളെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസവും ഇവൻ പെൻസിൽ ഇല്ലാതെ പോകുന്നു. കാരണം എന്താണ്, അവന്റെ ഫ്രണ്ടിന്റെ നാളെ പറഞ്ഞു, പക്ഷെ പെൻസിൽ കൊടുത്തില്ല. മൂന്നാമത്തെ ദിവസം ഇവൻ എന്ത് ചെയ്തു, അവന്റെ കൂട്ടുകാരന്റെ പെൻസിൽ അവൻ സ്റ്റീൽ ചെയ്തുകൊണ്ട് വന്നു, മോഷ്ടിച്ചുകൊണ്ട് വന്നു. അപ്പൊ അച്ഛന് മനസ്സിലായി. എന്താണ് മനസ്സിലായത്, ഇത് ഇവൻ കട്ടുകൊണ്ടാ വന്നത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ പ്രശ്നം, നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്? ഇന്നലെ നീ പറഞ്ഞു എന്ത് ചെയ്തു, കൂട്ടുകാരന് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് നീ പറഞ്ഞു കൂട്ടുകാരന്റെ പെൻസിലാണ്, അത് അവനെ എഴുതാമെന്ന്. ഇനി കള്ളല്ലേ പറഞ്ഞെന്ന് അച്ഛന് മനസ്സിലായി. അപ്പം അച്ഛനോട് അവൻ പറഞ്ഞ കാര്യം അവന് പേടിയായിരുന്നു എന്ന്, അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ രണ്ടാമത്തെ ദിവസവും വന്ന് പറയാൻ അവന് പേടിയായിരുന്നു. കാരണം എന്താണ്, അച്ഛൻ അവനെ തല്ലിയാലോ, അച്ഛൻ അവനെ ഉപദ്രവിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, കള്ളം പറഞ്ഞതും ഒരു കൂട്ടുകാരന്റെ പെൻസിൽ മോഷ്ടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ എവിടെയാണ് പ്രശ്നമുള്ളത്? ആ പാരന്റ്സ് അല്ലേ ആ കുട്ടീനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നതും മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നതും അല്ലേ? ഞാൻ പറഞ്ഞ കഥയിലാണ് ചോദിച്ചത്. അതെ. ഓക്കെ, പറയട്ടെ കോൺഫിഡന്റ് ആയിട്ട്. കാരണം എന്താണ്,
ആ കുട്ടിക്ക് അച്ഛനോടുള്ള പേടി കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, കള്ളം പറഞ്ഞതും മോഷ്ടിക്കുകയും ചെയ്തത്. അപ്പോ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ വീക്ക് ചിൽഡ്രൻസ് എന്നാ പറയുന്നത്. അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, മറ്റുള്ളവരെ ഭയങ്കര പേടിയായിരിക്കും, അഡൽട്ടിനോട് ഭയങ്കര പേടിയായിരിക്കും, കള്ളം പറയും, ഭയങ്കര ലേസി മടിയന്മാരായിരിക്കും, പിന്നെ സ്ലോ ലേണേഴ്സ് ആണ്. അവർ പതുക്കെ പഠിച്ചെടുക്കുള്ളൂ, പതുക്കെ പഠിക്കുന്നവരായിരിക്കും ഇവര്. ചില ഒട്ടും പഠിക്കില്ല അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ എന്നല്ല, സ്ലോ ആയിട്ടായിരിക്കും അവർ ലേൺ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് പതുക്കെ ആയിരിക്കും. സാധാരണ നോർമൽ കുട്ടികൾ പഠിക്കുന്നതിലും ഒത്തിരി സ്ലോ ആയിട്ടായിരിക്കും ആര് പഠിക്കുന്നത്, വീക്ക് ചിൽഡ്രൻസ് പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ ഇടയ്ക്ക് കള്ളം പറയുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മടിയന്മാരായിട്ടുള്ള മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന കുട്ടികളെ നമ്മൾ ഈ കാറ്റഗറീസിൽ പെടുത്തും, വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം. They are considered as good children. നമുക്ക് പുറമെ നോക്കുമ്പോൾ അവർ നല്ല കുട്ടികളായിട്ട് തോന്നും. However, they are deviated. but അവരിലുണ്ട് deviations. They are lazy to adult. അപ്പം ആദ്യം ആ കുട്ടി പെൻസിൽ കൊണ്ട കളഞ്ഞു, രണ്ടാമതും ആ കുട്ടി അത് കൊണ്ട കളഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സാധനം പൈസ ഉണ്ടാക്കി മേടിച്ചു തരുന്നതാ, ഇങ്ങനെ കൊണ്ട കളയരുതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മളാ? എടാ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആ പാരന്റ്, ഞാൻ പറഞ്ഞ കഥയിലെ പാരന്റ് എന്താ ചെയ്തത്, ആദ്യം പെൻസിൽ കളഞ്ഞുകൊണ്ട് വന്നപ്പോ തന്നെ അവരെന്ത് ചെയ്തു, നല്ല രീതിയിൽ വഴക്കും പറഞ്ഞു. ഇനി എങ്ങാനും ഞാൻ തരുന്ന പെൻസില് കളഞ്ഞുകൊണ്ട് വന്ന വച്ചേക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. കുഞ്ഞുകുട്ടിയല്ലേ, അവൻ പേടിപ്പിച്ചു. കളയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ പാരന്റിന് പറയായിരുന്നു, ഇങ്ങനെ ആവാൻ പാടില്ല, പെൻസിൽ കളയരുത് എന്ന് പറയായിരുന്നു. അച്ഛന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതല്ലേ എന്ന് പറയായിരുന്നു. പക്ഷെ ആ പാരന്റ് എന്താ ചെയ്തത്, അങ്ങനെയല്ല ചെയ്തത്. അവന് ഷൗട്ട് ചെയ്തു, വഴക്ക് പറഞ്ഞു, അടിയും കൊടുത്തു. പിന്നെയും അവൻ ഈ പെൻസിൽ കളഞ്ഞു. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല, അച്ഛനോട് അത് പറഞ്ഞില്ല, തുറന്നു പറഞ്ഞില്ല. കാരണം എന്താണ്, അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തല്ലും അല്ലെങ്കിൽ വഴക്ക് പറയുന്നു അവൻ അറിയണമുണ്ട്. അവൻ ആദ്യം എന്തോ ഒരു കള്ളം പറഞ്ഞു. രണ്ടാമത്തെ ദിവസവും അച്ഛൻ ഈ കള്ളം പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അവനൊരു പെൻസിൽ മോഷ്ടിച്ചുകൊണ്ട് വന്നു. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ, കള്ളം പറയാനുണ്ടായ സാഹചര്യം, മോഷ്ടിക്കാൻ അവനെ പ്രേരിപ്പിച്ച സാഹചര്യം ഒന്നല്ലേ? അച്ഛനോടുള്ള പേടി കൊണ്ടല്ലേ അവനത് ചെയ്തത്? അതേവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളെ സാധാരണ അങ്ങനത്തെ കുട്ടികൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. അവരെന്താണ്, അവരും വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരാം, പെടുത്തും. നമ്മൾ ഇനി ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. എന്നിട്ട് നമുക്ക് ഈ 3 കാറ്റഗറിനെ ഒന്നും കൂടി പറയാട്ടോ, ഓരോരുത്തർക്ക് മനസ്സിലായത് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അവർ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ്, നല്ല സ്മാർട്ട് ആയിട്ട് ഓരോ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികളോട് തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനോ ഒന്നും ഇഷ്ടപ്പെടാത്ത, നല്ല അടക്കൊതുക്കുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു കുട്ടികളായിരിക്കും. പക്ഷേ ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിന്റെ ഉള്ളില് അവരുടെ വേൾഡിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവര് പുറത്ത് എന്താ പറയാ, പുറത്ത് ആ വേൾഡ് അല്ലെങ്കിൽ ആ റിയാലിറ്റി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാതെ അവരുടെ ആ ഒരു ഫാന്റസി വേൾഡിന്റെ അകത്ത് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോ അവര് ഒറ്റയ്ക്ക് സംസാരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോ നമ്മൾ ചോദിക്കും, നീ ആരോടാ സംസാരിക്കുന്നത്? എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. അപ്പൊ എന്താണ്, അവന് നമ്മളുടെ അടുത്ത് തന്നെ വെച്ച് അവന് വേറൊരു വേൾഡ് ആയിട്ട് അവന് എന്താ പറയാ, വേൾഡ് ഓഫ് ഹെറോൺ, അവന് സ്വന്തം മറ്റൊരു വേൾഡിലാണ് അവനുള്ളത്. അപ്പോ നമുക്ക് ചില കുട്ടികൾ കളിക്കുന്നത് ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ വേൾഡ് ക്രിയേറ്റ് ഇമാജിനേറ്റീവ് ആയിട്ട് അവർ ചിന്തിച്ച് ഒറ്റയ്ക്ക് കളിക്കുകയാണ്. പക്ഷെ അത് നമ്മൾ അലോ ചെയ്യേണ്ടത്, കാരണം നമ്മൾ ഒരുമിച്ച് പോയിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്ന് പറഞ്ഞ് ആ ഒരു ക്യാരക്ടർ നമ്മളായിട്ട് മാറി കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഇമാജിനറി ഭാവനയില് ചിന്തിച്ച് അവരുടേതായ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാനായിട്ട് എപ്പോഴും ഇഷ്ടപ്പെടും. അവര് എല്ലാ കാര്യങ്ങളും ആ ഒരു വേൾഡില് അവർ അറ്റാക്ട് ചെയ്യുന്ന പോലെ, ചിലപ്പോ അവര് എന്താ പറയാ, നാച്ചുറലി നമ്മളുടെ എൻവയോൺമെന്റിൽ കിട്ടാത്ത ഒരുപാട് ഹാപ്പിനെസ്സും പാരന്റ്സിന്റെ കെയർ ഒക്കെ അവരവിടെ കിട്ടുന്നത് പോലെ അവരെന്ത് ചെയ്യും, ഇമാജിൻ ചെയ്ത് ആ ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടും. പക്ഷെ അവര് പുറമേ നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആണ്, നന്നായിട്ട് പഠിക്കും, അതേപോലെ നല്ല ആക്റ്റീവ് ആണ്, പുറമേ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ അവനിഷ്ടം അവന്റേതായ വേൾഡിൽ മാത്രം ഒതുങ്ങിക്കൂടാനാണ്. നമുക്ക് നോക്കാം കേട്ടാ. The bright children, these children are very imaginative. അവർ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരിക്കും. ആൻഡ് ഹാവ് എ വേൾഡ് ഓഫ് ദെയർ ഓൺ. അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു വേൾഡിലായിരിക്കും അവരെപ്പോഴും എന്ത് ചെയ്യുന്നത്, ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കൂടുതൽ ടൈമും അവരുടെ ആ ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഫാന്റസി വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ they have
chosen neither to fight. അവരെന്ത് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടില്ല. നോ ഗീവ് ഇൻ ടു ഹോസ്റ്റൈൽ ദ കണ്ടീഷൻ, ശത്രുത ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കാത്തവരായിരിക്കും. മറ്റുള്ളവരോട് ഉപദ്രവിക്കാനോ തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ അവന്റെ അഭിപ്രായം ആണെങ്കിൽ പോലും അത് തർക്കിക്കാനോ ഒന്നും അവൻ പോകില്ല. മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രശ്നത്തിന് പോകാതെ മാറിപ്പോകുന്ന കുട്ടികളാണ്. They have turned their back to reality. അവരവരുടെ റിയാലിറ്റിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നത്. അവർ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ മറ്റൊരു റിയാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റിയാലിറ്റി അല്ല ഫാന്റസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ആർ ലിവിങ് ദെയർ ഓൺ ഫാന്റസീസ്, അവരുടേതായ ഫാന്റസീസിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, ഫാന്റസിയിലേക്കാണ് അവർ പോകുന്നത്. They are restless. അവർ വിശ്രമം ഇല്ലാത്തവരാണ്. കാരണം നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അവർ കടക്കാണ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ചിലപ്പോൾ ഇമാജിനേറ്റീവ് വേൾഡിൽ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, അത് ഇങ്ങനെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. ചിലപ്പോ അവന് നോർമലി റിയൽ വേൾഡിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് ഇമാജിൻ ചെയ്ത ഫാന്റസി വേൾഡിൽ അവൻ ആ ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നതായിട്ട് അവന് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. സോ അവർ പഠിക്കാനോ മറ്റൊരു കാര്യത്തിനോ വീക്കൊന്നല്ല, മറ്റുള്ളവരോട് തല്ലുപിടിക്കാനൊന്നും പോവില്ല, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ എന്താ പറയാ റിയൽ വേൾഡിൽ നിന്ന് തിരിഞ്ഞ് അവരുടെ ഫാന്റസിയിലായിരിക്കും അവർക്ക് ജീവിക്കാനായിട്ട് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞു. നോട്ടി പറഞ്ഞില്ലേ ടീച്ചറെ ലാസ്റ്റ് പോയിന്റ് ബ്രൈറ്റ് ചിൽഡ്രൻ എന്നുള്ളത്. അതിൽ ദേ ഹാവ് ചൂസൺ നെയ്തർ ടു ഫൈറ്റ് നോർ ഗിവ് ഇൻ ടു ഹോസ്റ്റൈൽ കണ്ടീഷൻ അല്ലേ? അതിന്റെ മീനിങ് ഒന്ന് പറയോ? അവര് തല്ലുപിടിക്കാൻ, മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാനോ തല്ലുപിടിക്കാനോ ഒന്നും പോകില്ല. അതേപോലെ തന്നെ ഈ കുട്ടികള് എന്താ പറയാ ഒരു ശത്രുത ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ മറ്റു കണ്ടീഷൻസ് ഉണ്ടാക്കാതെ നോക്കും. എന്ന് വെച്ചാല് ഇപ്പൊ അവന് ശത്രുത, അതെ ശത്രുതയുള്ള, അങ്ങനെ ശത്രുതയുള്ള ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവൻ നോക്കില്ല. മറ്റുള്ളവർ എന്താ പറയാ ഒരു തർക്കം വരാന്ന് വിചാരിക്കുകയും, ഒരു തർക്കം വരുമ്പോ അവന്റെ ഭാഗത്താണ് ന്യായം എന്നെങ്കിൽ പോലും അവൻ അതെന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. അത് ശത്രുത ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അത് എന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിന് ഉണ്ടാവുന്നത്. അപ്പൊ അവനോട് ആർക്കും ശത്രുത ഉണ്ടാവില്ല, അവനും മറ്റുള്ളവരോട് ശത്രുത ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, അവൻ നമ്മുടെ ഈ റിയൽ വേൾഡിൽ നിന്ന് മാറി അവന്റെ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും അവൻ എപ്പോഴും ചെയ്യുന്നത്. ചിലപ്പോ അവന്റെ ഫാന്റസി വേൾഡിൽ അവൻ ഈ പറഞ്ഞ തല്ലുപിടിക്കാൻ വന്ന കുട്ടിയെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ ആ ഫ്രസ്ട്രേഷൻ ഒക്കെ ഫാന്റസി വേൾഡിൽ വെച്ച് തീർക്കുന്നുണ്ടാവുമായിരിക്കും, ഇമാജിൻ ചെയ്ത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവൻ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അവനൊന്നിനും നിൽക്കുന്നില്ല, ഒരു പ്രശ്നത്തിലേക്കും ഒന്നിനും ഇടപെടുന്നില്ല. അവന്റെ കാര്യം നോക്കുക, പഠിക്കുക, ആ ഒരു രീതിയിൽ പോകും. ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരിക്കും ഇവര്, ഭയങ്കരമായിട്ട് ഇമാജിനേറ്റീവ് ആയിട്ട് പറയും. എന്താ പറയാ, നമ്മൾ പറയും കുഞ്ഞു കുട്ടികൾ പറഞ്ഞു കേട്ടില്ലേ, നമ്മളിങ്ങനെ എന്താ പറയാ, എന്റെ വീട്ടില് പറക്കണ കുതിരി ഉണ്ടായിരുന്നു, 2 ചിറകുള്ള പറക്കണ വലിയ കുതിരി ഉണ്ടായിരുന്നു. ഞാൻ ഒരു കുട്ടീനോട് സംസാരിച്ച സമയത്ത് അവനോട് ഇഷ്ടമുള്ള മൃഗത്തെ ഏതാണ് മൃഗത്തെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ് അവന്റെ വീട്ടിലെ വെളുത്ത ഭയങ്കരമായിട്ട് പറക്കണ നല്ല വെളുത്ത ചിറകുള്ള കുതിരി ഉണ്ടെന്ന്. വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, സ്ഥാപിച്ചു കേട്ടോ. അപ്പൊ മനസ്സിലായി. എന്നുവെച്ചാല് ഓരോരുത്തരുടെ ഇമാജിനേഷനിൽ വന്നിരിക്കുന്ന കാര്യമാണ്. അവൻ വെളുത്ത നല്ല ചിറകുള്ള പറക്കണ കുതിര അവന്റെ ഇമാജിൻ ചെയ്തിരിക്കുന്നതാണിത്. അപ്പൊ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരിലും എന്താ പറയാ ഡീവിയേഷൻ സംഭവിക്കുന്നത്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ആ ഡീവിയേഷൻ എന്താണെന്ന് കണ്ടെത്തിയാലാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോർമലൈസ്ഡ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഡീവിയേഷനിൽ നിന്ന് അവനെ തിരുത്തി നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കോ, ക്ലാസ് ഓഫ് ഡീവിയേഷൻ എല്ലാവരും. ഒന്ന് വായിക്കോ എല്ലാവരും? ഒന്ന് വായിച്ചിട്ട് ഒരു 2 മിനിറ്റ് 10-12 ആവുമ്പോഴേക്കും ഞാൻ ചോദിക്കാം. ഓരോരുത്തർ പറഞ്ഞാൽ മതി എന്താണ് അവർക്ക് നോട്ടി ചിൽഡ്രനെ കുറിച്ച് മനസ്സിലായത്, എന്താണ് വീക്ക് ചിൽഡ്രൻസിനെ കുറിച്ച് മനസ്സിലായത്, എന്താണ് ബ്രൈറ്റ് ചിൽഡ്രൻസിനെ കുറിച്ച് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. ജസ്റ്റ് നന്നായിട്ടൊന്ന് റീഡ് ചെയ്യട്ടോ. ഈ 3 ചിൽഡ്രൻസിനെ കുറിച്ചാണോ പറയേണ്ടത്? അതേടാ, വേഗം ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. നമ്മുടെ കയ്യിലുള്ളതും പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കണക്ട് ചെയ്ത് റീഡ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞത് വിട്ടിട്ട് ഈ ടെസ്റ്റിന്റെ മാത്രം റീഡ് ചെയ്താൽ ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഒന്ന് ചിന്തിച്ച് ഒരു സെന്റൻസ് വായിക്കുന്നത് നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്ക് കേട്ടോ.
ഈ 3 തരത്തിലുള്ള ചിൽഡ്രൻസും ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ മിസ്സേ? ഉണ്ടാവും. അത് ഈ വീക്ക് ചിൽഡ്രൻസിലെ പെട്ട ഒരു കുട്ടി, അതായത് ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവള് കൊണ്ടുവന്ന സ്നാക്സും വാട്ടർ പോലും കുടിക്കാൻ മടിയായിരുന്നു. അത് എടുക്കാൻ പറഞ്ഞാൽ അത് സിപ്പ് തുറന്ന് എടുക്കാൻ പോലും സിപ്പ് തുറക്കാൻ പോലും മടിയായിരുന്നു ബാഗിന്റെ. അപ്പൊ മനസ്സിലായിരുന്നില്ല അല്ലെ അവള് ഇല്ല അറിയില്ലായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ ഒരു ക്ലാസ്സിൽ ഇട്ടാണെങ്കിൽ ആ കുട്ടി വീക്ക് ആണ് ഡീവിയേറ്റഡ് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അതെ. നമ്മള് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു നോക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര വികൃതിയുള്ള കുട്ടിയുടെ എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെ, ഭയങ്കര വികൃതിയുള്ള കുട്ടിയാണെങ്കിൽ അവൻ അത് നോക്കി ചിൽഡ്രനാണ് എന്ന് മനസ്സിലാക്കി അവനെ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ ആ ഒരു എക്സ്ട്രീം എന്താ പറയാ, എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് ഭയങ്കര ആ ഒരു വയലൻസ് നമുക്ക് നമ്മുടെ നല്ല രീതിയിൽ നോർമലൈസ്ഡ് ആക്കാൻ പറ്റും. അതേപോലെ ബ്രൈറ്റ് ചിൽഡ്രൻ ഉണ്ടല്ലോ, അവര് എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവ് ഒക്കെ ഇല്ലേ, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അവരെ പെട്ടെന്ന് ഡീവിയേറ്റഡ് ആക്കാനായിട്ട് പറ്റും. ഈ നോട്ടി ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് ഇന്ത്യയിലൊക്കെ എപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവരെ നമുക്ക് ഒന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് രീതിയിലേക്ക് ആക്കി നമുക്ക് എന്താക്കാം, പെട്ടെന്ന് നോർമലൈസ്ഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. പക്ഷെ വീക്ക് ചിൽഡ്രൻസിനെ നോർമലൈസ്ഡ് ആക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആണ്. കാരണം അവര് ആദ്യം തന്നെ ഭയങ്കര മടിയന്മാരാണ്. അപ്പൊ അവരെ പറഞ്ഞു കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യിപ്പിച്ച് അതിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ദെൻ കോൺസെൻട്രേഷൻ, ഓരോ സ്റ്റേജസ് ഉണ്ട്. അത് ചെയ്തായിരിക്കും കുട്ടികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുള്ളൂ. പാടുള്ളത് അത് കൂടുതലും പാരന്റ്സ് ശ്രദ്ധിക്കണ്ടേ മിസ്സേ? കാരണം സ്കൂളില് ലിമിറ്റ് ഇല്ലേ? ശരിയാണ്, പക്ഷേ പാരന്റ്സിനെ പോലെ തന്നെ ഉത്തരവാദിത്വം നമുക്ക് ടീച്ചേഴ്സിനുണ്ട്. നമ്മള് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മള് എന്താ പറയാ, പാരന്റ്സ് ചിലപ്പോ എന്താ പറയാ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ജോലിക്ക് സമയം കിട്ടില്ല. പിന്നെ കുറച്ച് ടൈം ഈ കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കുന്ന കുറച്ച് ടൈം മാത്രമേ കുട്ടികൾ ആരുടെ ഒക്കെ ഉള്ളൂ, പാരന്റ്സിനൊക്കെ ഉള്ളൂ. ബാക്കി കൂടുതൽ ടൈം കുട്ടികൾ ആക്റ്റീവ് ആയിട്ട് കൂടുതൽ ടൈം മാത്രമാണ് നമ്മുടെ ഒപ്പം അല്ലേ. നമ്മളെ ഡീവിയേഷൻ കണ്ടെത്തി അത് ആ കുട്ടിയുടെ ഡീവിയേഷൻ നിന്ന് മാറ്റി നമ്മളുടെ രീതിക്ക് അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആക്കേണ്ട ഉത്തരവാദിത്ത മാർക്കാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. അത് പാരന്റ്സിന് തിരുത്താന്നല്ല പറയാൻ പറ്റാം, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടത് കുറച്ച് എന്താ പറയുക കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം. ഈ പാരന്റിങ് നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. എങ്ങനെ കുട്ടികൾ അതൊരു കാര്യമല്ലേ. പാരന്റ്സ് ആകാൻ തീരുമാനിക്കുന്ന ഇപ്പൊ അച്ഛനും അമ്മയാണെങ്കിൽ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അവർക്ക് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ അവർ ഡീവിയേറ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടെന്നോ, അവർക്ക് എന്തോരം കെയർ ഇഷ്ടം കൊടുത്ത് വളർത്തിയാൽ മാത്രമേ നമ്മളുടെ കൂടെ അവർ എന്നും ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ പാരന്റ്സിന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പാരന്റ്സ് വിചാരിക്കും നമ്മുടെ താഴെയുള്ള നമുക്ക് ഭരിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും നമ്മുടെ താഴെ നിൽക്കണം, നമ്മളനുസരിക്കേണ്ട ആൾക്കാരാണ് കുട്ടികൾ എന്നാണ് പാരന്റ്സിന്റെ ഒരു തെറ്റിദ്ധാരണ. എല്ലാവരുടെയും അല്ല, ഒരു വിഭാഗം ആൾക്കാർ ഇന്നും വിചാരിക്കുന്നത് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മുടെ കൺട്രോളില് എന്നും നമ്മുടെ കൺട്രോളില് കുട്ടികൾ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയല്ല. കുട്ടികൾക്ക് അവരുടേതായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്. അവരുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് എത്തോരം ഓക്കെ ആയിരിക്കണം എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ക്ലാസ് പോലെ പാരന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധി കുറയ്ക്കാനായിട്ട് പറ്റും, ഒരു പരിധി വരെയും കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റീഡ് ചെയ്ത് എല്ലാവരും. ചിലപ്പോ ടീച്ചേഴ്സിനായിരിക്കും കണ്ടെത്താൻ പറ്റുക കുട്ടികളുടെ പല മിസ്റ്റേക്സുകളും. എന്താന്ന് വെച്ചാൽ അവർ ഉണർന്നിരിക്കുന്നതിന്റെ അധിക സമയവും ക്ലാസ് റൂമിലായിരിക്കും. അപ്പൊ കൂടുതലും ടീച്ചേഴ്സിനാണ് അവരെ കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുക. നമ്മള് വീട്ടു ജോലികളും ബാക്കി ഒരു കുഞ്ഞ് തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ, പല ആൾക്കാരും ഉണ്ടാവും വീട്ടില്. പക്ഷെ നമ്മളെ ഒബ്സർവേഷൻ ഫുള്ളായിട്ട് അവർക്ക് അറ്റൻഷനോ അവർക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ടീച്ചേഴ്സിന് ഓരോ കുട്ടികളെയും ഒബ്സർവ് ചെയ്യാനുള്ള ടൈം കിട്ടും. ഓരോ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോഴായാലും അവര് ടീച്ചറോട് സംസാരിക്കുന്നതായാലും ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നതായാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കുട്ടി എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഓരോ കുട്ടികളെയും മനസ്സിലാക്കാം. കാരണം ഞാൻ ആകെ രണ്ടര ആഴ്ച പോയിട്ടുണ്ടാവുള്ളൂ സ്കൂളിൽ. പക്ഷെ ആ ഒരു സമയം കൊണ്ട് ഞാൻ മൊത്തം കുട്ടികളെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവമാണ്.
അതിൽ 3 കാറ്റഗറിയും ഉണ്ട് അതില്. പക്ഷെ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നമ്മള് പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ മൊഡ്യൂൾ 1 കഴിഞ്ഞിട്ട് വേണം പ്രാക്ടിക്കൽസിന് പോവാന്ന് പറയാറുണ്ട് കേട്ടോ. അത് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മോനതൊരു എക്സ്പീരിയൻസ് ആയി. കാരണം അത് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന അവർ ഈ കാറ്റഗറിയിൽ പെട്ടതാണ്, അവൻ ഈ കാറ്റഗറിയിലായിരിക്കും എന്ന് നമുക്കിപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കാരണം പല ക്യാരക്ടറുള്ള പല ടൈപ്പ് കുട്ടികളെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഒരു ക്ലാസ്സിൽ, ഒറ്റ ക്ലാസ്സിൽ. അപ്പൊ ഓരോ കുട്ടികളും ഓരോ ഇൻഡിവിജ്വൽസും പല ക്യാരക്ടറാണ്. ഓരോ എന്താ പറയാ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ഓരോ കുട്ടികൾക്കും ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും റീഡ് ചെയ്തോ ഈ ഒരു പോർഷൻ? നോട്ടി, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ ശരി, മനസ്സിലായോ ഞാൻ പറഞ്ഞതും? അതേപോലെ തന്നെ റീഡ് ചെയ്തതും വെച്ചത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഒന്ന് പറയാൻ പറ്റുമോ? ആർക്ക് പറയാൻ പറ്റും? ഒരാള് നോട്ടീസ് പറഞ്ഞു നോക്കാം. ഇപ്പോ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് മെന്റൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. ഫിസിക്കലി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരാളുടെ ഡീവിയേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഡീവിയേഷൻ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. നോട്ടി ചിൽഡ്രനും, വീക്ക് ചിൽഡ്രനും, ബ്രൈറ്റ് ചിൽഡ്രനും. ഇപ്പൊ നോട്ടി ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ, നോട്ടി ചിൽഡ്രൻസ് ആർ സ്ട്രോങ് ആൻഡ് ബിഹേവ് വിത്ത് വയലൻസ് ടു റോങ് ട്രീറ്റ്മെന്റ് ദേ ഹാവ് റിസീവ്ഡ്. നോട്ടി ചിൽഡ്രൻ എപ്പോഴും വളരെയധികം സ്ട്രോങ് ആയിരിക്കും അവരുടെ ബിഹേവിയർ ഒക്കെ. അതേപോലെ അവർ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, വയലൻസ് ഉണ്ടാക്കും, റോങ് മെസ്സേജ് നൽകും, മറ്റുള്ള കുട്ടികളുടെയൊക്കെ നല്ല ഉപദ്രവിക്കുകയും തല്ലുകയും കടിക്കും. പിന്നെ മുതിർന്നവരുടെ വാക്കൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല. അവര് വളരെയധികം ക്രൂരമായിട്ടായിരിക്കും അവരെല്ലാ കാര്യം ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ അവര് അനിമൽസിനൊക്കെ കാണുകയാണെങ്കിൽ അവർ ഉപദ്രവിക്കും, ഓരോന്ന് കണ്ണിൽ കുത്തി നോക്കുക, ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചില കുട്ടികള്. അതേപോലെ ചിൽഡ്രൻസ് വളരെ വിചിത്രമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. അവരുടെ കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല, അത്രയും വിചിത്രമായിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ആയിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് ചിൽഡ്രൻസ് ആണ്. വീക്ക് ചിൽഡ്രൻസും നമ്മൾ ഈ കുട്ടികളുടെ ഇടയിൽ ഒരുപാട് കാണാറുണ്ട്. അതിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ കുട്ടികൾ ഗുഡ് ചിൽഡ്രൻ ആണെന്നൊക്കെ തോന്നും, നല്ല കുട്ടികളാണല്ലോ എന്ന് തോന്നും. പക്ഷെ അവരും ഡീവിയേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളാണ്. അവർ വളരെയധികം മടി പിടിച്ചിരിക്കുന്ന കുട്ടികളായിരിക്കും. അവർക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും മടിയായിരിക്കും. എഴുതാൻ പറഞ്ഞാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഉൾപ്പെടാൻ പറഞ്ഞാലും അവരെപ്പോഴും അവർക്ക് മടിയായിരിക്കും. പിന്നെ എനിക്ക് വയ്യ, എനിക്ക് ഉറക്കം വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ടിരിക്കും. അവർക്ക് എല്ലാത്തിനും മടിയായിരിക്കും. അതേപോലെ തന്നെ അവരോട് എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ള കുട്ടികൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും അവരോട് ചെയ്യാൻ പറയുമ്പോൾ അതിൽ നിന്നും പേടിച്ച പോലെയൊക്കെ മാറി നിൽക്കുകയും ചെയ്യാൻ മടി കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളാണ്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വീക്ക് ചിൽഡ്രൻസ് പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വളരെയധികം നുണ പറയുന്ന കുട്ടികളായിരിക്കും. പക്ഷെ നുണ പറയണത് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല, അത്രയും മനോഹരമായിട്ടായിരിക്കും അവർ നുണ പറയുക. അതേപോലെ ടീച്ചർ ഉദാഹരണം പറഞ്ഞല്ലോ, പെൻസില് മോഷ്ടിച്ചതൊക്കെ. അപ്പോൾ അതും പല കുട്ടികളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവർ പറയും ഞാൻ എടുത്തിട്ട് തന്നെ അല്ല, അതെന്റെ ആണ്, അല്ലെങ്കിൽ അങ്ങനെ അവർ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും അതിനെ. അതേപോലെ തന്നെ ഈ കക്കണ സ്വഭാവം, കള്ളത്തരമൊക്കെ കുട്ടികളുടെ അടുത്ത് കൂടുതലും ഈ വീക്ക് ചിൽഡ്രൻസിന്റെ അടുത്താണ് ഉള്ളത്. അവര് പഠിക്കുന്ന കാര്യത്തിലും സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ളവരാണ് ഈ വീക്ക് ചിൽഡ്രൻസ് ഉൾപ്പെടുന്നത്. പിന്നെ ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികളും നന്നായി പഠിക്കണം എന്നില്ല, കുറച്ച് കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവരൊരു ചീത്ത പ്രവൃത്തിയിലും ഉൾപ്പെടില്ല. എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും അവരതിൽ പോയിട്ട് ഇൻക്ലൂഡ് ആകില്ല. ഇവൺ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തർ പറഞ്ഞാൽ പോലും അവരത് ഓക്കെ കുഴപ്പമില്ല, നമ്മളതില് ഇൻക്ലൂഡ് ആകണ്ടെന്നിട്ട് ഒഴിഞ്ഞു മാറിപ്പോവുകയും അവരോട് ശത്രുത വെക്കാതെ അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് അവരുടെ പഠിത്തവും കാര്യങ്ങളും നല്ല അവരുടെ റിയൽ ആയിട്ടുള്ള ഫാന്റസിയിൽ അവര് ജീവിക്കുകയും അവര് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികളും ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇനി വേറൊരാൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലെ? ഇനി ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് ആണ്. ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് നമുക്ക് നോക്കാം. Some of the deviation Montessori describe seen in different forms in different types. നമ്മൾ 3 നോക്കി, നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസ് നോക്കി. Others are uncured to just one type. മറ്റുള്ളതും അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. Children with deviated character become quite
in prepared environment. നമ്മള് ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റില് സിൻസ് ദേ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഇവർ മോണ്ടിസോറി അപ്പാരറ്റസ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ചിൽഡ്രൻസ് അറ്റൈൻ കൺട്രോൾ ഓവർ ദർ മൂവ്മെന്റ്സ്. അവരുടെ മൂവ്മെന്റ്സിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരിപ്പോ ഭയങ്കരമായിട്ട് എന്താ പറയുക നോട്ടി ആയിട്ടുള്ള കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും നേരം ചെയ്ത ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് എന്തായി പോകും, ഇതായിട്ട് പോകും, എന്താണ് തെറ്റിപ്പോകാനുള്ള ചാൻസ്. സോ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഓരോ ചെറിയ മൂവ്മെന്റ്സ് പോലും അവരെന്ത് ചെയ്യാൻ തുടങ്ങും, കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കറക്റ്റ് ആയിട്ട് രീതിയിൽ എന്ത് ചെയ്യാൻ നോക്കും, അറേഞ്ച് ചെയ്യും. ദേ അറ്റൈൻ പവർ ഓവർ ദംസെൽഫ്. അവര് തന്നെ കൺട്രോൾ ചെയ്താലേ അവർക്ക് ആ ഒരു കാര്യം, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർ അത്ര ശ്രദ്ധയോടുകൂടി അത്ര കോൺസെൻട്രേഷനോട് കൂടി ആയിരിക്കും അവർ ഓരോ ആക്ടിവിറ്റീസ് വർക്ക് ചെയ്യുന്നത്. വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ. അപ്പൊ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അവരിൽ തന്നെ കൺട്രോൾ വേണം. ആ ഒരു മൊമെന്റ്സ് ചെയ്യാനായിട്ട് അവരുടെ ബോഡി അവർക്ക് കൺട്രോൾ വേണം. അവർക്ക് ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യാൻ പവർ വേണം. ദെൻ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും. All negative threats found in children before they comes in contact with the prepared environment will disappear. മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ നമ്മുടെ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നു, ഈ വർക്കുകളൊക്കെ ചെയ്ത് തുടങ്ങി, അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി തുടങ്ങി. Then they attain power over them. അതേപോലെ തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടി തുടങ്ങി. ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഏതൊരു വർക്ക് ആവട്ടെ എന്തൊരു കാര്യമാവട്ടെ നമുക്കത് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റണം. സോ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ നെഗറ്റീവ് ത്രെഡ്സ് നമ്മൾ പറഞ്ഞ ഡീവിയേഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ വഴി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട്, നെഗറ്റീവ് ത്രെഡ്സുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. They develop power of സെൽഫ് കൺട്രോൾ. അവർക്ക് ആ ഒരു സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്ന് ഈ എൻവയോൺമെന്റിൽ മാത്തമാറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് അവരെ വർക്ക് ചെയ്യുന്നത് മൂലം അവർക്ക് ഓരോ കാര്യങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്യാനും ഒബീഡിയൻസ് ആവാനും പറ്റും. They offer mutual help and provide moral help to their priors. വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ളവരോട് അവർക്ക് ഒരുമിച്ച് മ്യൂച്വൽ ഹെൽപ്പ് കൊടുക്കാൻ വെച്ചാല് മോണ്ടിസോറിയിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ മുതിർന്ന കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് യങ്ങർ വൺസിന് ഹെൽപ്പ് ചെയ്യും. അവരുടെ കൂടെ ഉള്ളവർക്ക് മോറൽ ഹെൽപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. They are able to work in harmony. നല്ലൊരു കൂട്ടുകെട്ട്, നല്ലൊരു ഒത്തൊരുമയോട് കൂടി നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഡീവിയേറ്റഡ് ചൈൽഡുകൾ ആരായിട്ട് മാറും, they are refers to as new children. അങ്ങനെ അവരെന്തായിട്ട് മാറാണ്, നമ്മളെ പുതിയ ന്യൂ ചിൽഡ്രൻസ് ആയിട്ട് മാറാണ്, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് അല്ലെങ്കിൽ ചിൽഡ്രൻ ആയിട്ട് മാറാണ്. ഇങ്ങനെ ന്യൂ ചിൽഡ്രൻസ് ഈ കുട്ടികളെ നമ്മുടെ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നും കൂടി പറയും. അപ്പൊ ഈ ഒരു ന്യൂ ചിൽഡ്രൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് എന്നും സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ഒരു കെട്ടുറപ്പായിരിക്കും അവർ തമ്മിൽ നല്ലൊരു എന്താ പറയാ, അവിടെ ക്ലാസ്സിലുള്ള ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഉള്ളിലുള്ള എല്ലാ കുട്ടികളും തമ്മിൽ നല്ലൊരു കെട്ടുറപ്പ് ഉണ്ടാവും. ഭയങ്കര ലവിങ് ആയിരിക്കും, ഭയങ്കര കെയറിങ് ആയിരിക്കും, ഭയങ്കര ഷെയറിങ് ആയിരിക്കും. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നല്ല ക്വാളിറ്റീസും ഈ കുട്ടികളിൽ ഉണ്ടാവും. ആദ്യം ഇവിടെ വന്നപ്പോൾ നല്ല വികൃതി കുറുമ്പന്മാരായിട്ടുള്ളവരായിരിക്കും, നല്ല അച്ചടക്കവും നല്ല സെൽഫ് കൺട്രോളും നല്ല ഒബീഡിയന്റും നല്ല പേഷ്യൻസും ഉള്ള കുട്ടികളായിട്ട് മാറുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞു വരുന്ന കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂ ചിൽഡ്രൻസ് എന്നാണ് അവർ പറയുന്നത്. ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ്, നമ്മൾ നേരത്തെ ക്ലാസസ് ഓഫ് ഡീവിയേഷൻ ആണ് നോക്കിയെങ്കിൽ ഈ ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ട്. 7 ഡീവിയേഷൻസ്. പറഞ്ഞു മാം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഈ കുട്ടികളെ ഇല്ലേ, അവര് എത്ര ഏജ് തൊട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത്? ഇവര് ബൈ ബർത്ത്, അതായത് അവരുടെ ആ കുഞ്ഞി 2 വയസ്സ് അങ്ങനെ ആ ടൈം തൊട്ട് അവര് ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ലേ? 3 വയസ്സ് മുതൽ 6 വയസ്സ് നമ്മൾ പറയുന്നത് ആ ഒരു ഏജ് ആണ്. സാധാരണ 3 to 6 ഇയേഴ്സിൽ കാണുന്ന വികൃതി, സാധാരണ കുട്ടികൾ കാണുന്ന വികൃതിയേക്കാളും എക്സ്ട്രീം വികൃതി ആണെങ്കിൽ നമുക്ക് അവര് എന്താണ് നോട്ടി ചിൽഡ്രൻസ് ആണെന്ന് പറയാം. ചില കുട്ടികൾ ഉണ്ടാവുമ്പോൾ അത് ആ ഒരു ഏജിലെ കുട്ടികളെ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയാ,
പെറ്റ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന കുട്ടികള്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുട്ടികളെ സ്റ്റുഡൻസിന്. ഓക്കെ മാം. അല്ല അപ്പൊ അത് 2 വയസ്സൊക്കെ ആണെങ്കിലും അവർ അവരുടേതായ കാര്യങ്ങളിൽ ഭയങ്കര ഇതായിരിക്കില്ലേ? ഇപ്പൊ നോട്ടി ആയിട്ടുള്ളവരാണെങ്കിലും അപ്പൊ ഭയങ്കര ഇങ്ങനെ എല്ലായിടത്തും കയറുന്നു മറിയുന്നു അങ്ങനെ. നമുക്കറിയാം ഒരു ഏജ് ഒരു 2 years നമുക്ക് നല്ലൊരു കുറുമ്പിന്റെ ഏജ് ആണ്. 1.5 മുതൽ 2.5 വരെ ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് കുറുമ്പുള്ള ഒരു ഏജ് ആണ്. അത് കഴിഞ്ഞിട്ട് അവരൊരു നോർമൽ ആവും. നമ്മളൊരു എന്താ പറയാ ഒരു 3 years ഒക്കെ ആവുമ്പോൾ കുട്ടികൾ സാധാരണയായിട്ട് നോർമൽ ആയിട്ട് നല്ല അടക്കൊതുക്കും അച്ചടക്കൊക്കെ വേണ്ട ഒരു ഏജ് ആണ് 3 years. 3 to 6 years എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതല്ലാതെ അവർക്ക് ആ ഒരു 2.5 വയസ്സ് കഴിഞ്ഞിട്ടും അതേ വികൃതി തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ then നോട്ടിച്ചിരുന്നു. മോന്റെ കയ്യില് മോന്റെ എന്താ പറയാ മോന് 1.5 വയസ്സായിട്ടുള്ള കൊച്ചല്ലേ? അതെ അതെ. ഭയങ്കര വികൃതിയായിരിക്കും. അത് വെച്ചായിരിക്കും മോൻ പറഞ്ഞത് അല്ലേ? സാധാ കുട്ടികളെ പോലെ തന്നെ. പിന്നെ ബോയ്സ് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും, ഇങ്ങനെ കയറുക ഇറങ്ങുക. ആ ഒരു ഏജിന്റെ പ്രശ്നമാണ്. 1.5 വയസ്സ് മുതൽ ഒരു 2.5 വയസ്സ് വരെ ഈ കുറുമ്പുണ്ടാവും. അത് കഴിഞ്ഞ ഒരു നോർമൽ ആവോടാ അത് നോക്കിയാൽ മതി. ഓക്കെ ടീച്ചറെ അങ്ങനെയല്ലല്ലോ, 4 വയസ്സൊക്കെ ഉണ്ടാവുമ്പോ കുട്ടികൾക്ക് നല്ല വികൃതി ഉണ്ടാവും പറയില്ലേ? 4-ാം വയസ്സില് നട്ടച്ചാണ്ട് എടുക്കുന്നൊക്കെ പറയും. കാരണം എന്റെ കുട്ടികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 4 വയസ്സിലൊക്കെ ഭയങ്കര വികൃതിയായിരുന്നു. പക്ഷെ ആ വികൃതിയൊക്കെ നോർമൽ ആയിരിക്കും, അതായത് എല്ലാ കുട്ടികളിലും ഒരുപോലെ കാണുന്നതായിരിക്കും. ഇത് കുറച്ചുകൂടെ അവര് വേറെ രീതിയിലായിരിക്കും. പിന്നെ അവര് സ്കൂളിൽ പോയപ്പോ ടീച്ചർ പറയുന്ന അങ്ങനെയൊന്നും ഇല്ല, ഭയങ്കര പാവമാണ്, അയ്യോ നിങ്ങൾ എന്തെങ്ങനെ പറയാ, അങ്ങനെയല്ലല്ലോ എന്നാണ് അവര് ഇങ്ങോട്ട് പറയുന്നത്. അതില്ലേടാ, അത് അവര് അവരുടെ എൻവയോൺമെന്റിൽ എങ്ങനെയാണെന്നല്ല നോക്കേണ്ടത്, പുറത്ത് എങ്ങനെയാണെന്ന് നോക്കണം. അവര് പുറത്ത് നമ്മളുടെ വീടിന്റെ അകത്ത് നോക്കുമ്പോ ഭയങ്കര വികൃതിയും ഇപ്പൊ ചിലപ്പോ എന്താ പറയാ നമ്മുടെ സിബ്ലിങ്സിനോടൊക്കെ ഭയങ്കര കുറുമ്പൊക്കെ കാണിക്കാറില്ല. അവര് പുറത്ത് എങ്ങനെയാണെന്നുള്ള ക്യാരക്ടർ നോക്കാം. അപ്പൊ എനിക്ക് ആ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ, 4 വയസ്സിൽ നട്ടപ്പുരാന്നായിരിക്കും എന്നൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ 1.5 വയസ്സ് മുതൽ 2.5 വയസ്സ് വരെയും അവരുടെ ഒരു ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജ്, ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. അപ്പൊ ഇത്തിരി കുറുമ്പുണ്ടാവും, നോർമലി ആണ് അത്. അത് കഴിഞ്ഞ് അവർ മാറി ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നല്ല കുട്ടിയായിട്ട് മാറും. ചിലപ്പോൾ നമ്മൾ 1.5 വയസ്സിലേക്ക് കണ്ട കുറുമ്പി കുട്ടി ആയിരിക്കില്ല, അല്ലെങ്കിൽ 2 വയസ്സ് 2.5 വയസ്സിലേക്ക് കുറുമ്പി കുട്ടി ആയിരിക്കില്ല 3 വയസ്സ് 4 വയസ്സ് ഒക്കെ ആകുമ്പോൾ വരുന്നത്. നല്ല അച്ചടക്കമുള്ള അവരുടേതായ കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നത് നല്ല കുട്ടികളായിരിക്കും. ദെൻ നമുക്ക് ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് ആണ് ഇനി എടുക്കാനുള്ളത്. സൈക്കിക് വാല്യൂ, സൈക്കിക് ബാരിയർ, അറ്റാച്ച്മെന്റ്, അതേപോലെ തന്നെ പൊസസീവ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള കുട്ടികൾ, ഫിയർ, ലൈറ്റ് കള്ളങ്ങൾ പറയുന്ന കുട്ടികൾ. അത് ടൈപ്സ് ഓഫ് ലൈസ് ഒക്കെ ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ചാപ്റ്റർ ഇങ്ങനെയാണ്. ഇതിൽ കൂടുതൽ ചിന്തിച്ച് നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനിലൂടെ ഉണ്ടാക്കാൻ നമ്മൾ കിടക്കുന്നത്. ഫസ്റ്റ് പാർട്ടൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നില്ലേ ഞാൻ എടുത്തത്? അപ്പൊ വിചാരിച്ചില്ല ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമുക്ക് പാർട്ട് 3യും അതേപോലെ തന്നെ പാർട്ട് 2യും കവർ ചെയ്യുന്നത്. നോർമലൈസേഷൻ എന്നുള്ള ടോപ്പിക് ഇമ്പോർട്ടന്റ് തന്നെയാണല്ലേ ടീച്ചറെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഡീവിയേഷൻസ് കണ്ടെത്തിയും ആ ഡീവിയേഷൻസ് തിരുത്തി നോർമലൈസ്ഡ് ആക്കാന്നുള്ളത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു തരുന്നതിലും കൂടുതൽ നമ്മൾ പ്രാക്ടിക്കലി അത് ചെയ്യുമ്പോൾ നമുക്കത് പ്രാക്ടിക്കലി ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നന്നായിട്ട് റീഡ് ചെയ്യാം. ഇപ്പോ നമ്മൾ ഡീവിയേഷൻ പഠിച്ചതിന് ശേഷം ഒന്നും കൂടി നോർമലൈസേഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അതിന്റെ ട്രാക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വരാം നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോ ഇനി സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മിസ്. ഞാനൊരു കൃഷിപ്പാട്ട് പാടാട്ടോ. തെയ്യദിനന്താരാ താരദിനന്താരാ, തെയ്യദിനന്താരാ താരദിനന്താരാ, തെയ്യദിനന്താരാ താര. മിസ്സേ കുഞ്ഞുണർന്നു, കരച്ചിലാണ് അവിടെ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കേടാ, താങ്ക് യു. അപ്പോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സഫിയ അത് റൗണ്ട് ഓഫ് എന്താ പറയുക കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞതും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു സഫിയ. താങ്ക് യു മിസ്സേ.